കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മേസൺറി ഡാം, ഒരു ട്രപ്പിസോയിഡൽ സെക്ഷനിലുള്ള ഒരു മേസൺറി ഡാമിൽ വരുന്ന പ്രോബ്ലംസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതേ തുടർച്ചയായിട്ട് ഡാമിൻ്റെ സെക്ഷനിലുള്ള മറ്റ് പ്രോബ്ലംസും കൂടിയാണ് നോക്കുന്നത്. ട്രപ്പിസോയിഡൽ ഡാം വരുന്നവിടെ തന്നെ റെക്റ്റാങ്കുലർ ഡാം വരുന്നതും, അതുപോലെ തന്നെ നമുക്ക് ചെക്ക് ഉണ്ട്, ഒരുപാട് സ്ലൈഡിങ്, അതായത് ഓവർ ടേണിങ്, സ്ലൈഡിങ്, അങ്ങനെ പല ചെക്ക് ചെയ്യാനുള്ള ഒരു ഇതും കൂടിയുണ്ട് ഡാമിൽ. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ 2 പോർഷനാണുള്ളത്. അതിൽ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് എടുത്ത കോളമാണ്. കോളത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ഓൾറെഡി മാക്സിമം ആൻഡ് മിനിമം സ്ട്രെസ്സസ് എത്ര ഇൻഡ്യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഡാമാണ്. ഡാം ആൻഡ് റിട്ടൈനിങ് വാൾ. എന്താണ് ഡാം, പർപ്പസ് ഓഫ് ഡാം, പിന്നെ ഡാമിൻ്റെ ഒരു അനാലിസിസ് പോലെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഫസ്റ്റത്തെ ഇതിൽ ഡാം പറഞ്ഞ സമയത്ത് തന്നെ അതിൻ്റെ ഒരു ടോട്ടൽ അതെങ്ങനെയൊക്കെയാണ്, എക്സ് ബാർ എന്താണ്, അതുപോലെ തന്നെ സെഡ് എന്താണ്, അങ്ങനെയുള്ള ഓരോ ടേമുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അനാലിസിസ് ആയിട്ട് പറയുന്നതാണ്. നമ്മൾ 6 മാർക്കിന് അഥവാ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പോർഷൻസാണ് നമ്മൾ കറക്റ്റായിട്ട് ഫിഗർ വരച്ച് ഡാമിൻ്റെ ഹൈറ്റ്, ടോപ്പ് വിഡ്ത്ത്, ബോട്ടം വിഡ്ത്ത് ഇതെല്ലാം മാർക്ക് ചെയ്തിട്ടാണ് നമ്മളത് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന പ്രോബ്ലംസ് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ആ മൊഡ്യൂളിൽ. അപ്പോൾ ചിലപ്പോൾ കോളത്തിൻ്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യനായിട്ട് തന്നെ നമുക്ക് എന്ത് വരാം, AB എന്ന് പറയുന്ന പാർട്ട് സിയിലുള്ള 2 പോർഷൻസ് 2 ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കോളും ഒന്ന് ഡാമും ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഒരിക്കലും കോളത്തിൻ്റെ ഭാഗം മാത്രം ഓർ ക്വസ്റ്റ്യനിലും അതിൻ്റെ ഓർ ക്വസ്റ്റ്യനിലായിട്ട് ഡാമും മാത്രം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കറക്റ്റായിട്ട് രണ്ട് പോർഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എ റെക്റ്റാങ്കുലർ മേസൺറി ഡാം. അപ്പോൾ തൊട്ട് മുന്നുള്ള ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ ട്രപ്പിസോയിഡൽ ഡാം ആയിട്ടാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൽ എ റെക്റ്റാങ്കുലർ മേസൺറി ഡാം ഹാവിങ് വാട്ടർ ഓൺ ദി വെർട്ടിക്കൽ ഫേസ് ഈസ് 5 meter ഹൈ ആൻഡ് 2.5 meter വൈഡ്. ഓക്കെ, ഇവിടെ നോക്കുക, റെക്റ്റാങ്കുലർ മേസൺറി ഡാം ആയതുകൊണ്ട് നമുക്കൊരിക്കലും ടോപ്പ് വിഡ്ത്ത്, ബോട്ടം വിഡ്ത്ത് അങ്ങനെ പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. ട്രപ്പിസോയിഡൽ ഡാമും റെക്റ്റാങ്കുലർ ഡാമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രപ്പിസോയിഡൽ ആകുമ്പോൾ എന്താണ്, ടോപ്പ് വിഡ്ത്തും ഉണ്ടാവും, ബോട്ടം വിഡ്ത്തും ഉണ്ടായിരിക്കും. രണ്ടും രണ്ടാണ്. ടോപ്പ് വിഡ്ത്ത് A ആണെങ്കിൽ ബോട്ടം വിഡ്ത്ത് B. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെക്റ്റാങ്കുലർ ഡാം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ആകെ ഹൈറ്റും വിഡ്ത്തും മാത്രമേ തരുള്ളൂ. ആ വിഡ്ത്ത് തന്നെയായിരിക്കും ടോപ്പിലുണ്ടാവുന്ന വിഡ്ത്തും, ആ വിഡ്ത്ത് തന്നെയാണ് ബോട്ടത്തിലുണ്ടാവുന്ന വിഡ്ത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് 2 തരേണ്ട ആവശ്യമില്ല, 2 വിഡ്ത്തായിട്ട് തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ഹൈറ്റും ഒരു വിഡ്ത്തും. അപ്പോൾ ഇവിടെ 5 മീറ്ററാണ് നമുക്ക് ഡാമിൻ്റെ ഹൈറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആൻഡ് 2.5 meter വൈഡ്, അവിടെ വരുന്ന വിഡ്ത്ത് എന്ന് പറയുന്നത് 2.5 മീറ്ററാണ്. ഫൈൻഡ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ റിസൾട്ടൻറ്റ് ത്രസ്റ്റ്. ഫസ്റ്റത്തെ റിസൾട്ടൻറ്റ് ത്രസ്റ്റ് കാണാനാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ ഫസ്റ്റത്തെ പ്രോബ്ലം ചെയ്തതായിരുന്നു റിസൾട്ടൻ്റ് എങ്ങനെയാണ് കാണുന്നതെന്ന്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ദ പോയിൻറ്റ് വേർ ദ റിസൾട്ടൻറ്റ് കട്ട്സ് ദി ബേസ്. നമുക്കറിയാം, നമ്മൾ ആ ഫസ്റ്റ് പറഞ്ഞ അനാലിസിസിൻ്റെ ക്ലാസ്സിൽ എവിടെയാണ് ആ റിസൾട്ടൻറ്റ് ഇൻക്ലൈൻഡ് ആയിട്ട് കട്ട് ചെയ്ത് പോകുന്നത്, ആ പോയിൻ്റ് വരെ വെർട്ടിക്കൽ ഫേസിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ സെഡ് ഡാഷ് എന്ന് പറയുന്ന ടേമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സെഡ് ഡാഷിന് ഒരു ഇക്വേഷനും ഉണ്ട്, എക്സ് ബാർ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷനും ഉണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ച ഈ ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ പോയിൻറ്റ് വേർ ദി റിസൾട്ടൻറ്റ് കട്ട്സ് ദി ബേസ്. അപ്പോൾ ആ സെഡ് ഡാഷ് ഓൾറെഡി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻറ്റൻസിറ്റീസ് ഓഫ് മാക്സിമം ആൻഡ് മിനിമം പ്രഷർ അക്രോസ് ദി സെക്ഷൻ. ഓക്കെ, അവിടെ വരുന്ന ഇൻറ്റൻസിറ്റി, എത്രത്തോളം ഇൻറ്റൻസിറ്റി ഉണ്ട് അവിടുത്തെ സ്ട്രെസ്സിന്, അതിൻ്റെ മാക്സിമം അതുപോലെ തന്നെ മിനിമം ആയിട്ട് എത്രയാണ് വരുന്നത്. അതായത് പ്രഷർ മീൻ ചെയ്യുന്നത് അവിടുത്തെ സ്ട്രെസ്സിനെ തന്നെയാണ്. അപ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട, ക്വസ്റ്റ്യൻ പേപ്പറിൽ അഥവാ അവിടുത്തെ ഇൻറ്റൻസിറ്റീസ് ഓഫ് മാക്സിമം ആൻഡ് മിനിമം പ്രഷർ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ വരുന്ന ആ സ്ട്രെസ്സിനെ തന്നെയാണ്. അക്രോസ് ദി സെക്ഷൻ ദ സ്പെസിഫിക് വെയ്റ്റ് ഓഫ് മേസൺറി ഈസ് 20 kN/m³. അപ്പോൾ മേസൺറിൻ്റെ തന്നിട്ടുണ്ട് നമുക്ക് 20 kN/m³ ആണ്. ഇനി നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മുടെ വാട്ടറിൻ്റെ സ്പെസിഫിക് വെയ്റ്റ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 9.81 kN/m³ ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ പറയുന്നത് വാട്ടർ ലെവൽ കോയിൻസൈഡ്സ് വിത്ത് ദി
ടോപ്പ് ഓഫ് ഡാം, ഡാമിൻ്റെ ടോപ്പുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരേ ലെവലാണ്. അപ്പോൾ ഡാമിൻ്റെ ഹൈറ്റ് 5 മീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ടറിൻ്റെ ഹൈറ്റും എന്തുണ്ട്, 5 മീറ്റർ ഹൈറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സാമിനാണെന്നുണ്ടെങ്കിലും പ്രോബ്ലം വരുന്നത് ഇതേപോലെ തന്നെയാണ്, ഇതേ കണ്ടീഷൻസ് തന്നെയാണ് തരുന്നത്. നമ്മൾ ഇതേ പ്രൊസീജിയറിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് ഓരോ സ്റ്റെപ്പ് കറക്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ട്രപ്പിസോഡൽ ഡാമും റെക്റ്റാങ്കുലർ സെക്ഷൻ ആയിട്ടുള്ളൊരു ഡാമും തമ്മിലുള്ള എന്താണ് ഡിഫറൻസ് എന്ന് ഓൾറെഡി പറഞ്ഞു, എന്തിലായിരിക്കും നമുക്ക് ഡിഫറൻസ് ആയിട്ട് തന്നിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ആ ഡിഫറൻസ് കൊണ്ട് നമ്മൾ സൊല്യൂഷൻ ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഒരു ഡിഫറൻസ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. മേസൺറി ആയിട്ടുള്ള ഡാമിൻ്റെ വെയിറ്റ് കാണുന്ന സമയത്ത് ക്രോസ് സെക്ഷണൽ ഏരിയ എടുക്കുമ്പോൾ ട്രപ്പിസോഡൽ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് വിഡ്ത്തും ബോട്ടം വിഡ്ത്തും കൺസിഡർ ചെയ്തിട്ട് വേണമായിരുന്നു ആ ഇക്വേഷന് W കാണാൻ. ഇവിടെ നമുക്ക് ആ W കാണാൻ വേണ്ടിയിട്ട് ആകെ ഹൈറ്റും അതുപോലെ അതിൻ്റെ വിഡ്ത്ത് ഒരു വിഡ്ത്ത് തന്നെയുള്ളൂ. അപ്പോൾ ആ ഇക്വേഷനിൽ മാത്രമാണ് നമുക്ക് റെക്റ്റാങ്കുലർ മേസൺറി ഡാം ആവുമ്പോൾ ഒരു വ്യത്യാസമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ എന്താ, നമുക്ക് വേണ്ട പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ളതൊക്കെ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മൾ എഴുതി H = 5 മീറ്റർ, അതുപോലെ തന്നെ A = B = 2.5 മീറ്റർ. എയും ബിയും ഈക്വൽ ആണ്, കാരണം റെക്റ്റാങ്കുലർ സെക്ഷൻ ആയതുകൊണ്ട്, ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് മുകളിലുള്ള വിഡ്ത്തും ബോട്ടത്തിലുള്ള വിഡ്ത്തും ഒരേപോലെ തന്നെയാണ്, അതുകൊണ്ട് 2.5 മീറ്റർ ആണ്. പിന്നെ അവിടെ വരുന്ന W എന്ന് പറയുന്നത് 20 kN/m³. W സ്മോൾ ലെറ്റർ W ആണ്, ക്യാപിറ്റൽ ലെറ്റർ അല്ല. സ്മോൾ ലെറ്റർ W എന്ന് പറഞ്ഞാൽ 20 kN/m³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന ആ മേസൺറിൻ്റെ സ്പെസിഫിക് വെയിറ്റ് ആണ് തന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് അസ്യൂം, നമ്മൾ പറഞ്ഞു വാട്ടറിൻ്റെ സ്പെസിഫിക് വെയിറ്റ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 9.81 kN/m³ ആയിട്ട് അസ്യൂം ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് നമ്മൾ പ്രഷറാണ്, ക്യാപിറ്റൽ P. ഓക്കെ, വാട്ടർ പ്രഷർ = ക്യാപിറ്റൽ P = γH²/2. ഗാമ എന്നുള്ളതിൻ്റെ വാല്യൂ നമുക്കറിയാം 9.81 kN/m³ ആണ്. അപ്പോൾ H എന്ന് പറയുന്നത് 5 മീറ്ററിലായിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഗാമ H²/2 എന്നുള്ളതിൽ 9.81 × 5². ഓക്കെ, 5 എന്നുള്ളതാണ് ഹൈറ്റ്, അപ്പോൾ Hന് നമ്മൾ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 9.81 × 5² / 2 = 122.625 kN എന്ന് വരും. അപ്പോൾ ഇത് ആക്ട് ചെയ്യുന്നത് നമുക്കറിയാം, പ്രഷർ എപ്പോഴും ആക്ട് ചെയ്യുന്നത് പറയുന്നത് ബേസിൽ നിന്ന്, അതായത് വാട്ടറിൻ്റെ ഏറ്റവും ബേസ് പോയിൻ്റ് എവിടെയാണോ ആ ലെവലിൽ നിന്ന്, ബോട്ടം ലെവലിൽ നിന്ന് H/3 എന്ന് പറയുന്ന ഹൈറ്റിലായിരിക്കും എപ്പോഴും ടോട്ടൽ വാട്ടറിൻ്റെ പ്രഷർ ആക്ട് ചെയ്യുക. ഓക്കെ, ക്യാപിറ്റൽ P എന്ന് പറയുന്ന പ്രഷർ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ H എന്ന് പറയുന്നത് നമുക്കറിയാം 5 ആണ് തന്നിട്ടുള്ളത്, ഹൈറ്റ് ഓഫ് മേസൺറി ഡാമിൻ്റെ. അതുതന്നെയാണ് അവിടുത്തെ വാട്ടർ ലെവൽ എന്ന് പറയുന്നതും. അപ്പോൾ നമുക്ക് ആക്ടിങ് ഹൊറിസോണ്ടലി അറ്റ് 5/3 മീറ്റർ എബവ് ദി ബേസ്, അത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ എഴുതി വെച്ചു. അടുത്തെന്ന് പറയുന്നത് W ആണ് കാണുന്നത്, സെൽഫ് വെയ്റ്റ് ഓഫ് ഡാം. സെൽഫ് വെയ്റ്റ് ഓഫ് ഡാം കാണുമ്പോൾ നമുക്ക് ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു യൂണിറ്റ് ലെങ്ത് ആണ്. വോളിയം കൺസിഡർ ചെയ്യുമ്പോൾ യൂണിറ്റ് ലെങ്ത് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഡാമിന് ചിലപ്പോൾ എന്തുണ്ടാവാം, 10 മീറ്ററും അല്ലാന്നുണ്ടെങ്കിൽ 15 മീറ്ററൊക്കെ ലെങ്ത് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ 30 മീറ്റർ ഉണ്ടാവാം, അല്ലെങ്കിൽ 100 മീറ്റർ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മളൊരു 100 മീറ്ററോ അല്ലാന്നുണ്ടെങ്കിൽ 10 മീറ്ററോ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മളെപ്പോഴും യൂണിറ്റ് ലെങ്ത്തിലാണ് കൺസിഡർ ചെയ്യുന്നത്. യൂണിറ്റ് ലെങ്ത്ത് പറഞ്ഞാൽ 1 മീറ്ററിൽ. അപ്പോൾ നമ്മൾ ആ ഒരു മേസണിൻ്റെ ഡാമിൻ്റെ എപ്പോഴും അതിൻ്റെ വെയിറ്റ് കാണുക എന്ന് പറയുന്നത് എന്താ, അതിൻ്റെ വോളിയം ഇൻറ്റു സ്പെസിഫിക് വെയിറ്റ് ആണ് എപ്പോഴും അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ വെയിറ്റ് W. അപ്പോൾ അവിടുത്തെ വെയിറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു 1 ചെയ്യുന്നത് കൊണ്ടാണ് 1 അവിടെ കാണിക്കാത്തത്. 1 മീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ, വ്യത്യാസമൊന്നുമില്ല, അതുകൊണ്ടാണ് 1 മീറ്റർ എന്നുള്ളത് കാണിക്കാത്തത്. A × H എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ ആയി. ഡാമിൻ്റെ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ കിട്ടി, റെക്റ്റാങ്കുലർ സെക്ഷനാണ്. അതിന് 1 മീറ്റർ ലെങ്ത്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, 100 മീറ്റർ ഉണ്ടാവാം, പക്ഷേ നമ്മൾ 1 മീറ്ററാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ 1 മീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ വേറെ വേരിയേഷൻ ഒന്നുമില്ല, A × H തന്നെ ആവുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ആ 1 മീറ്റർ കാണിക്കാത്തത്. ഇൻറ്റു സ്മോൾ ലെറ്റർ W. സ്മോൾ ലെറ്റർ W എന്ന് പറയുന്നത് നമ്മുടെ മേസൺറിൻ്റെ സ്പെസിഫിക് വെയിറ്റ് ആണ്. ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 20 ആണ് തന്നിട്ടുള്ളത്.
അപ്പോൾ ഇതെല്ലാ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വിഡ്ത്ത് എന്ന് പറയുന്നത് 2.5 ഇൻറ്റു അതുപോലെ തന്നെ 5 ഇൻറ്റു 20. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 250 കിലോ ന്യൂട്ടൺ എന്നുള്ളത് കിട്ടി. ഓക്കെ, ഇത് ആക്ട് ചെയ്യുന്നത് ഈ 250 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നത് എച്ച് ബാർ എന്ന് പറയുന്ന പോയിന്റിലാണ്. എച്ച് ബാർ എവിടെയാണ്? എച്ച് ബാർ എന്ന് റെക്റ്റാങ്കുലർ ഇതായതുകൊണ്ട് നമുക്ക് എച്ച് ബാർ ഡയറക്റ്റ് കാണാൻ പറ്റും. വിഡ്ത്തിൻ്റെ പകുതി, അതാണ് അതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് എച്ച് ബാർ. ഓക്കെ, ട്രപ്പിസോയിഡിലായപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, a² + 3ab + b² ഹോൾ ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഇതിൽ നമുക്ക് എന്താണ്, റെക്റ്റാങ്കുലർ സെക്ഷൻ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എച്ച് ബാറിന് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, വിഡ്ത്തിൻ്റെ പകുതി, അതാണ് അവിടുത്തെ എച്ച് ബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എച്ച് ബാർ ഈസ് ഈക്വൽ ടു നമുക്കറിയാം ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് അവിടെ വരുന്നത് 2.5 മീറ്റർ ആണ് ടോട്ടൽ വിഡ്ത്ത്. അപ്പോൾ ഇവിടെ നമുക്ക് 2.5 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 1.25 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, 1.25 മീറ്റർ. ഇനി അടുത്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിസൾട്ടൻ്റ് ത്രസ്റ്റ് കാണാനാണ്. റിസൾട്ടൻ്റ് ത്രസ്റ്റ് കാണാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന എത്രയാണോ അവിടെ വരുന്നത് ആ വാല്യൂ, റിസൾട്ടൻ്റ് ആയിട്ട് വരുന്ന വാല്യൂ, ആ വാല്യൂ ആണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പി ഓൾറെഡി നമ്മൾ മുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്, ഡബ്ല്യു എന്ന് പറയുന്ന വാല്യൂ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു √p² + w² ഈക്വൽ ടു √p യുടെ വാല്യൂ നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 122. അതുപോലെ തന്നെ ഡബ്ല്യു എന്ന് പറയുന്നതിൻ്റെ മേസൺറിയുടെ വെയിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് 250, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിന് റൂട്ട് എടുക്കുക, രണ്ട് വാല്യൂവിൻ്റെ സ്ക്വയർ കാണുക, ആഡ് ചെയ്യുക, റൂട്ട് എടുക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്, അതിൻ്റെ ടോട്ടൽ അവിടുത്തെ ആറ് എത്രയാണെന്ന് കിട്ടി, 278.45 കിലോ ന്യൂട്ടൺ. ഫോഴ്സ് എല്ലാം നമ്മൾ കൊടുത്ത യൂണിറ്റ് കിലോ ന്യൂട്ടൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, കിലോ ന്യൂട്ടണിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയും കിലോ ന്യൂട്ടൺ എന്ന് കിട്ടി. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് കട്ട് ചെയ്ത് പോകുന്ന ആ ഒരു സെഡ് ഡാഷ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ സെഡ് എന്ന് പറയുന്ന ടേമാണ് കാണേണ്ടത്. ആ സെഡ് കാണാനാണ് സ്മോൾ ലെറ്റർ സെഡ് ഈസ് ഈക്വൽ ടു എച്ച് ബാർ, അതായത് റിസൾട്ടൻ്റ് കട്ട് ചെയ്യുന്ന പോയിൻ്റാണ് കാണേണ്ടത്, എച്ച് ബാർ + p/w ഇൻറ്റു h/3. ഈ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, എഴുതിയതാണ്. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എച്ച് ബാർ ഈസ് ഈക്വൽ ടു 2.5 ഡിവൈഡഡ് ബൈ 2 1.25 ആണ്. p/3, പീൻ്റെ വാല്യൂ അറിയാം, ഡബ്ല്യുവിൻ്റെ വാല്യൂ അറിയാം, ഇൻറ്റു h/3. ഇൻറ്റു h/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരുന്ന ഹൈറ്റ് ബൈ 3, എച്ച് ആണ് ഹൈറ്റ് ബൈ 3. ഇത്രയും കാര്യങ്ങൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ഡാഷ്, ഓക്കെ, ഒന്നെങ്കിൽ സ്മോൾ ലെറ്റർ സെറ്റായിട്ട് കൺസിഡർ ചെയ്യുക, അല്ലാന്നെങ്കിൽ സെറ്റ് ഡാഷ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സെറ്റ് ഡാഷ് ഈസ് ഈക്വൽ ടു 2.068 കിട്ടി. ഓക്കെ, 2.068 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ അവിടെ എഴുതി വയ്ക്കുക, റിസൾട്ടൻറ്റ് കട്ട്സ് ദി ബേസ് അറ്റ് 2.068 മീറ്റർ ഫ്രം ദി ഹീൽ ഫേസ് വാട്ടർ. ഓക്കെ, വാട്ടറിൻ്റെ ആ വെർട്ടിക്കൽ ഫേസിൻ്റെ അവിടെ നിന്ന് 2.068 എന്ന് പറയുന്ന പോയിൻറ്റിലൂടെയാണ് റിസൾട്ടൻറ്റ് ഇൻക്ലൈൻഡ് ആയിട്ട് കട്ട് ചെയ്ത് പോകുന്നത്. അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ പോയിൻ്റ് കണ്ടെത്താനാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കറിയാം അവിടുത്തെ ഇൻറ്റൻസിറ്റീസ് ഓഫ് സ്ട്രെസ്സസ് അല്ലെങ്കിൽ പ്രഷർ, അവിടുത്തെ മാക്സിമം മിനിമം കാണാനാണ് ചോദിച്ചിട്ടുള്ളത്, എഫ് മിനിമം ആൻഡ് എഫ് മാക്സിമം. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള വാല്യൂസ് കൂടിയും കിട്ടണം. ഈ സ്മോൾ ലെറ്റർ ഈ വാല്യൂ ഒക്കെ കാണണം. അപ്പോൾ നമുക്ക് ഇതുവരെ കിട്ടിയത് എന്താ, സ്മോൾ ലെറ്റർ സെഡ് അല്ലെങ്കിൽ സെഡ് ഡാഷ് ഈസ് ഈക്വൽ ടു 2.068 ആണെന്ന് നമുക്കറിയാം. എച്ച് ബാർ ഈസ് ഈക്വൽ ടു 2.5 ഡിവൈഡഡ് ബൈ 2 1.25 മീറ്റർ ആണെന്നറിയാം. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയാം, സെഡ് ഡാഷ് ഈസ് ഈക്വൽ സെഡ് ഡാഷ് മൈനസ് b/2, സ്മോൾ ലെറ്റർ ഇ ഈസ് ഈക്വൽ ടു സെഡ് ഡാഷ് അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ സെഡ് മൈനസ് b/2. ബി എന്ന് പറയുന്നത് വിഡ്ത്താണ്, 2.5 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 2.5/2 സെഡിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 2.068 മൈനസ് 1.25 ഈക്വൽ ടു 0.818 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, എക്സെൻട്രിസിറ്റിയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് വാല്യൂസ് കാണണം. അപ്പോൾ വാല്യൂസ് കാണുമ്പോൾ മാക്സിമം സ്ട്രെസ് ഇൻ ദി ബേസ് എന്ന് പറയുന്നത് എഫ് മാക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ അറിയാം,
W/B ഇൻറ്റു 1 + 6E ഡിവൈഡഡ് ബൈ B. അപ്പോൾ അതിൽ ഇൻ്റെ വാല്യൂ അറിയാം, ഡബ്ല്യുവിൻ്റെ വാല്യൂ അറിയാം, സ്മോൾ ലെറ്റർ ബീൻ്റെ വാല്യൂ അറിയാം. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസറായിട്ട് കിട്ടുന്നത് 296.3 kN/m². ഓക്കെ, അത് പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് കംപ്രഷൻ എന്നുള്ളത് ബ്രാക്കറ്റിൽ എഴുതി വെച്ചു. മിനിമം സ്ട്രെസ് ഇൻ ദി ബേസ് ഇക്വേഷൻ എഴുതുക. F minimum is equal to W/B ഇൻറ്റു 1 - 6E ഡിവൈഡഡ് ബൈ B. എല്ലാ വാല്യൂസും കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൈനസ് ചെയ്യുക. ആൻസർ നമുക്ക് മൈനസ് ആയിട്ടാണ് കിട്ടുക. ആൻസർ ഈസ് ഈക്വൽ ടു -96.32 kN/m². ഓക്കെ, ലാസ്റ്റ് നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസിൽ എന്തൊക്കെയാണ് അതിൻ്റെ ടെൻസൈലാണ് വാല്യൂ വരിക, നെഗറ്റീവ് വന്നുകൊണ്ട് ടെൻസൈൽ എന്ന് എഴുതി വയ്ക്കുക ബ്രാക്കറ്റിൽ. പിന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് ആൻസർ ആയിട്ട് തന്നെ കാണിക്കുക. റിസൾട്ടൻറ്റ് ത്രസ്റ്റ് ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു 278.04. പിന്നെ സെഡ് ഡാഷ് അല്ലാന്നുണ്ടെങ്കിൽ സ്മോൾ ലെറ്റർ സെഡ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2.068 ആണ്. ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, 1.98 ആണ് എഴുതിയിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കിലുള്ള വാല്യൂ. വലിയ മിസ്റ്റേക്ക് ഉണ്ട്, അത് അവിടെ നിന്ന് കറക്റ്റായിട്ട് തന്നെ എഴുതിയെടുത്താൽ മതി. നിങ്ങളുടെ വാല്യൂസ് ആയിട്ട് തന്നെ റിസൾട്ടൻ്റ് ത്രസ്റ്റ് നമ്മളവിടെ ഏത് കൂടെയാണ് കട്ട് ചെയ്യുന്നത് എഴുതിയിട്ടുണ്ട്, 2.068 ആണ്. ഓക്കെ, പിന്നെ എഫ് മാച്ച് ഇസ് ഈക്വൽ ടു 296.3 ആണ്. ഓക്കെ, മുകളിലുണ്ട് 296.3 ആൻഡ് എഫ് മിനിമം ഇസ് ഈക്വൽ ടു 96.32 ആണ്. അത് നെഗറ്റീവ് സൈൻ വന്നതുകൊണ്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുക, ടെൻസൈലാണെന്ന് എഴുതുക. ഓക്കെ, ഇത്രയാണ് ഈ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. എ masonry dam 8 meter high and 1.5 meter wide at the top and 5 meter wide at the base retains water to a depth 7.5 meter. The water face of the dam being vertical. അപ്പോൾ നമ്മളോട് ആ ഫുൾ സ്റ്റോപ്പ് വരെയുള്ള കാര്യം ഒന്നുകൂടിയും പറയാം. ഒരു ഡാം, മേസൺറി ഡാം 8 മീറ്റർ ഹൈറ്റ് ഉണ്ട്. അതിൻ്റെ ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് 1.5 മീറ്റർ വൈഡ് അറ്റ് ദി ടോപ്പിലപ്പോൾ 1.5 ഉണ്ട്. ആൻഡ് 5 മീറ്റർ വൈഡ് അറ്റ് ദി ബേസിൽ 5 മീറ്റർ ഉണ്ട്. അപ്പോൾ ടോപ്പിലും ബോട്ടത്തിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഡ്ത്താണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് വിഡ്ത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതെന്താണ്, ട്രപ്പിസോയിഡൽ ഡാമാണ്, ഒരിക്കലും റെക്റ്റാങ്കുലർ ഡാം അല്ല. അപ്പോൾ ഡാമിൻ്റെ ഷേപ്പ് വരയ്ക്കുമ്പോൾ നമ്മൾ ടോപ്പ് വിഡ്ത്ത്, ബോട്ടം വിഡ്ത്ത് അങ്ങനെ തന്നെ കാണിക്കുക. മുകളിൽ എ എന്നുള്ള ഈക്വൽ ടു 1.5 മീറ്റർ, സ്മോൾ ലെറ്റർ ബി ഈസ് ഈക്വൽ ടു ബോട്ടം വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 5 മീറ്റർ. പിന്നെ അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുള്ളത് 8 മീറ്ററാണ് ക്യാപിറ്റൽ എച്ച്, അതായത് ഡാമിൻ്റെ ഹൈറ്റ്. 7.5 മീറ്റർ ഹൈറ്റിൽ എന്തുള്ളൂ, വാട്ടർ റീറ്റെയിൻ ചെയ്തിട്ടുള്ളൂ, വെള്ളമുള്ളൂ. ദ വാട്ടർ ഫേസ് ഓഫ് ദി ഡാം ബീം വെർട്ടിക്കൽ സൈഡാണ് വെള്ളത്തിൻ്റെ വാട്ടർ നിൽക്കുന്ന ഭാഗം. ഓക്കെ, അത് കോമൺലി അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക, എന്നാലും ക്വസ്റ്റ്യനിലൊന്നുകൂടി എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. ഫൈൻഡ് ദി മാക്സിമം ആൻഡ് മിനിമം സ്ട്രെസ് ഇൻറ്റൻസിറ്റീസ് അറ്റ് ദി ബേസിൽ വരുന്ന മിനിമം ആൻഡ് മാക്സിമം സ്ട്രെസ് ഇൻറ്റൻസിറ്റീസ് എത്രയൊക്കെയാണ്, അതായത് എഫ് മാക്സിമവും എഫ് മിനിമവും ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. The specific weight of water is 9.81 kN/m³ and specific weight of masonry is 22 kN/m³. അങ്ങനെയാണ് നമുക്ക് വാല്യൂസ് തന്നിട്ടുള്ളത്. ഒന്ന് 9.81 kN/m³ ആണ് സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ മാസൺറി വാളിൻ്റെയും നമുക്ക് തന്നിട്ടുണ്ട്. സ്പെസിഫിക് വെയിറ്റ് ഓഫ് മാസൺറി വാൾ 22 kN/m³. അപ്പോൾ ഇവിടെ തന്ന വാല്യൂസൊക്കെ ആദ്യം നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുകയാണ്. സ്മോൾ ലെറ്റർ എ ഈസ് ഈക്വൽ ടു 1.5 മീറ്റർ, സ്മോൾ ലെറ്റർ ബി ഈസ് ഈക്വൽ ടു 5 മീറ്റർ, എച്ച് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എച്ച് ഈസ് ഈക്വൽ ടു 8 മീറ്റർ, സ്മോൾ ലെറ്റർ എച്ച് ഈസ് ഈക്വൽ ടു 7.5 മീറ്റർ, ഗാമ ഈസ് ഈക്വൽ ടു 9.81 kN/m³, സ്മോൾ ലെറ്റർ ഡബ്ല്യു അല്ലെങ്കിൽ റോ, അതായത് സ്പെസിഫിക് വെയിറ്റ് ഓഫ് മേസൺറി. ഓക്കെ,
small letter W is equal to 22 kilonewton per m cube. അപ്പോൾ ഒന്നെങ്കിൽ റോ എന്നുള്ള വാല്യൂ ആയിട്ട് എഴുതാം നിങ്ങൾക്ക്, അല്ലാന്നുണ്ടെങ്കിൽ സ്മോൾ ലെറ്റർ W ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് ഫസ്റ്റ് കഴിഞ്ഞ പ്രോബ്ലമൊക്കെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ചെയ്യേണ്ടത് വാട്ടർ പ്രഷർ ക്യാപിറ്റൽ P is equal to gamma H²/2. ഗാമയുടെ വാല്യൂ നമുക്കറിയാം 9.81 ആണ്. എച്ച് എന്ന് പറയുന്നത് വാട്ടർ ലെവൽ നോക്കണം, വാട്ടർ ലെവലിൻ്റെ എച്ച് ആണ് എടുക്കേണ്ടത്, ഒരിക്കലും മേസറിൻ്റെ എച്ച് അല്ല എടുക്കേണ്ടത്. അപ്പോൾ 7.5 സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 275.9 kilonewton. ആക്ടിങ് ഹൊറിസോണ്ടലി അറ്റ് H/3, അതായത് H/3 ഹൈറ്റിലാണ് നമ്മൾ വാട്ടർ പ്രഷർ ടോട്ടൽ ആക്ട് ചെയ്യുക. അപ്പോൾ H/3 എന്ന് പറയുന്നത് 7.5 ഡിവൈഡഡ് ബൈ 3 ആണ്, ഈക്വൽ ടു 2.5 മീറ്റർ എബവ് ദി ബേസ്. അപ്പോൾ ഇതിൽ നമ്മുടെ അടുത്ത സെക്ഷൻ പറയുന്നത് W ആണ് കാണേണ്ടത്. W കാണാൻ ക്യാപിറ്റൽ W ഈസ് ഈക്വൽ ടു സാധാരണ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന പോലെ തന്നെ A+B ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു H ഇൻറ്റു സ്മോൾ ലെറ്റർ W, അതായത് സ്പെസിഫിക് വെയിറ്റ് ഓഫ് ഡാം, അതായത് ഡാമിൻ്റെ മെറ്റീരിയൽ മേസൺറി ആണ് ഇവിടുത്തെ. അപ്പോൾ 22 തന്നിട്ടുണ്ട്. എയിൻ്റെ വാല്യൂ ബീൻ്റെ വാല്യൂ എല്ലാം നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ W നമുക്ക് കാണാം. അപ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയ, ആവറേജ് ക്രോസ് സെക്ഷണൽ ഏരിയ കിട്ടാനാണ് A+B/2 എന്ന് പറയുന്ന ടേമായിട്ട് തന്നെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ A+B/2 ഇൻറ്റു H ഇൻറ്റു W 1.5 + 5 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 8 ഇൻറ്റു 22 572 kilonewton എന്ന് വരും. അത് കഴിഞ്ഞ് CG ഓഫ് ദി ഡാം H ബാർ എന്ന് പറയുന്നത് നമുക്കറിയാം A² + AB, അത് ട്രപ്പിസോയിഡൽ ഡാം ആണെന്നുണ്ടെങ്കിൽ A² + AB + B² ഹോൾ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു A+B. എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് CG അതായത് H ബാർ വെർട്ടിക്കൽ ഫേസിൽ, വാട്ടറിൻ്റെ സൈഡിലുള്ള വെർട്ടിക്കൽ ഫേസിൽ നിന്ന് H ബാർ മാറിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H ബാർ ഇസ് ഈക്വൽ ടു കിട്ടുന്നത് 1.78 മീറ്റർ. ഓക്കെ, ഈ ഹീൽ എന്ന് പറയുന്നത് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡാമിൻ്റെ വാട്ടറിൻ്റെ സൈഡിൽ വരുന്ന ഫൗണ്ടേഷൻ്റെ ഭാഗത്തിന് പറയുന്ന പേരാണ് ഹീൽ എന്ന്. ഓക്കെ, ആ ഒരു പോർഷനെ ഹീൽ എന്ന് പറയും. ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഔട്ടർ സൈഡിൽ വാട്ടറിലില്ലാത്ത പോർഷനിൽ വരുന്ന ഫൗണ്ടേഷൻ്റെ താഴത്തെ പോർഷനെ പറയുന്ന പേരാണ് ആ പോർഷൻ നമുക്ക് ടോ എന്ന് പറയുന്നത്. അപ്പോൾ ഹീൽ എന്ന് പറയുന്ന ആ ഒരു സൈഡ് അങ്ങനെ വെർട്ടിക്കലായിട്ട് വരുന്ന ഫേസ് കംപ്ലീറ്റ് ഹീലായിട്ട് തന്നെ ആണ് എടുത്തിട്ടുള്ളത്. അവിടെ നിന്നാണ് H ബാർ പറഞ്ഞിട്ടുള്ളത് 1.782 എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഫേസിൻ്റെ അവിടെ നിന്ന്. ഇനി അടുത്ത് പറയുന്നത് സ്മോൾ ലെറ്റർ സെറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം റിസൾട്ടൻ്റ് കട്ട് ചെയ്ത് പോകുന്ന ആ പോയിന്റിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അതാണ് സെറ്റ് ഡാഷ്, അല്ലെന്നുണ്ടെങ്കിൽ സ്മോൾ ലെറ്റർ Z. അപ്പോൾ Z ഇസ് ഈക്വൽ ടു H ബാർ പ്ലസ് P/W ഇൻറ്റു H/3. എല്ലാ വാല്യൂസും കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. H ബാർ ഇസ് ഈക്വൽ ടു 1.782 ആണ്, പ്ലസ് P/W അതായത് 275.9 ഡിവൈഡഡ് ബൈ 572 ഇൻറ്റു H/3 അതായത് 7.5/3. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സ്മോൾ ലെറ്റർ Z അല്ലെങ്കിൽ Z ഡാഷ് ഇസ് ഈക്വൽ ടു 2.988 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, 2.988 മീറ്റർ. ഇനി അവിടുത്തെ എക്സെൻട്രിസിറ്റി കാണാം. എക്സെൻട്രിസിറ്റി സ്മോൾ ലെറ്റർ E ഈസ് ഈക്വൽ ടു Z ഡാഷ് അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ Z മൈനസ് B/2 ആണ്. അപ്പോൾ തൊട്ട് മുകളിൽ Z കിട്ടിയിട്ടുണ്ട്, അതായത് 2.988 മീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് B/2 കുറയ്ക്കുക. B/2 കുറയ്ക്കുക പറഞ്ഞാൽ 5/2 കുറയ്ക്കുക. 5/2 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ആൻസർ എന്താണ് വരിക? സ്മോൾ ലെറ്റർ E ഈസ് ഈക്വൽ ടു 0.488 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് ബേസിൽ വരുന്ന എത്രത്തോളം ആണ് അതിൻ്റെ എക്സെൻട്രിസിറ്റിയും ജസ്റ്റ് ചെക്ക് ചെയ്യാൻ നമുക്ക്. അപ്പോൾ ആ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് B/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5/6 ആണ്. 5/6 ഈസ് ഈക്വൽ ടു 0.833 ആണ് വരിക. അതായത് അതിനേക്കാൾ B/6 ചെറിയ വാല്യൂ ആണ് സ്മോൾ ലെറ്റർ E എന്ന് പറയുന്നത്. ഓക്കെ, സ്മോൾ ലെറ്റർ E എന്ന് പറയുന്നത്. അപ്പോൾ ഈ എന്താണ്, അപ്പോൾ അവിടെ വരുന്ന E എന്ന് പറയുന്നത് ലെസ് ദാൻ B/6 ആയതുകൊണ്ട് അവിടെ ആ പോർഷൻ എന്ന് പറയുന്നത് ദ സെക്ഷൻ വിൽ ബി അണ്ടർ കംപ്രഷൻ ആണ്.
ഓക്കെ, അപ്പോൾ B/6 എന്ന് പറയുന്ന വാല്യൂവിനേക്കാൾ നമ്മളെ കോർ സെക്ഷൻ എന്ന് പറയുന്ന സംഗതി പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. ആ കോർ സെക്ഷൻ്റെ ഇതിൽ B/6 പറയുന്നത് 0.833 എന്ന് പറയുന്ന വാല്യൂ ആണ് B/6 കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഈ സ്മോൾ ലെറ്റർ E എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.488 ആണ്. അപ്പോൾ അതിനേക്കാൾ ലെസ്സർ ആയതുകൊണ്ട് ഇത് സെക്ഷൻ വിൽ ബി അണ്ടർ കംപ്രഷൻ. അപ്പോൾ ഇവിടെ നോക്കുക, അതായത് നോ ടെൻഷൻ ഏരിയയാണ്. ടെൻഷൻ ഉണ്ടാവാത്ത ഏരിയ ആണ് ആ ഭാഗം. അതായത് കംപ്രഷൻ ആയിട്ടിരിക്കുന്ന പോർഷനാണ് നമുക്ക് B/6 എന്ന് പറയുന്ന ഏരിയ. അങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. അതുകൊണ്ടാണ് ദ സെക്ഷൻ വിൽ ബി അണ്ടർ കംപ്രഷൻ എഴുതിയിട്ടുള്ളത്. ഇനി അടുത്തത് പറഞ്ഞാൽ നമുക്ക് വാല്യൂസ് കാണുക എന്നുള്ളതാണ്. മാക്സിമം സ്ട്രെസ് ഇൻ ദി ബേസ് Fmax = W/B × 1 + 6E / B. അതിൽ 572 ബിക്കുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ 1 + 6E / B എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയിട്ട് 181.39 kN/m² എന്ന് കിട്ടും. ഓക്കെ, അത് പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് കംപ്രഷനാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാല്യൂസിൽ അടുത്ത് F minimum = W/B × 1 - 6E / B. അപ്പോൾ അതിൽ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് ആൻസർ കിട്ടുന്നത് 47.41 kN/m² എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ Fmax എന്നുള്ളത് ഡാർക്കൺ ചെയ്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അവിടെ 1.81 kN/m² ആണ് എഴുതിയിരുന്നത്. അത് മിസ്റ്റേക്കാണ്. അതായത് 181 ആണ്. നമ്മൾ തൊട്ട് മുകളിൽ Fmax കണ്ടെത്തിയിട്ടുണ്ട്. Fmaxൻ്റെ വാല്യൂ അതേപോലെ എടുത്ത് എഴുതിയാൽ മതി നിങ്ങൾ. 181.39 kN/m² ആണ്. F minimum എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 47.41 kN/m². അതിവിടെ നമുക്ക് തൊട്ട് മുകളിലുണ്ട് 47.41 kN/m² ആണെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഓൾറെഡി ചെക്ക്, ഇപ്പോൾ ഡാമിൻ്റെ പ്രോബ്ലത്തിൽ ഏതിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചോദിക്കാം. അപ്പോൾ എങ്ങനെയാണ് ആ ചെക്ക് ചെയ്യുന്നതെന്നാണ് ഫസ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ 3 ചെക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 3 ചെക്കാണ്. ചെക്ക് ഫോർ സ്റ്റെബിലിറ്റി. ഓക്കെ, നമുക്ക് മനസ്സിലാവും ഡാം എന്ന് പറയുന്ന ഒരു സെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പാർട്ട്, ആ ഒരു സ്ട്രക്ചറൽ പാർട്ടിൽ അതിൻ്റെ ഒരു പോർഷൻ കംപ്ലീറ്റ് വെള്ളമാണ് അല്ലേ, വാട്ടറാണ് റീറ്റെയിനിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാട്ടർ റീറ്റെയിനിങ് ചെയ്യുന്ന സമയത്ത് ഇതൊരു സൈഡിലേക്ക് ഓവർ ടേണിങ് ചെയ്ത്, അതായത് മറിയാനുള്ള ചാൻസ് ഉണ്ടാവും. അതാണ് ഈ ഓവർ ടേണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൈഡിലേക്ക് അത് ഓവർ ടേണിങ് ചെയ്യുന്നത് എത്രത്തോളം നമുക്കത് തടയാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ എത്രത്തോളം നമുക്കതിന് സേഫാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഡാം എന്നുള്ളത് അത് ചെക്ക് ചെയ്യുന്നതാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു പോർഷൻ. അടുത്തൊരു ചെക്ക് എന്ന് പറയുന്നത് അവിടെ വരുന്ന ടെൻസൈൽ സ്ട്രെസ്സ്. അത് എന്താണ്, ടെൻസൈൽ സ്ട്രെസ്സാണോ ആക്ട് ചെയ്യുന്നത് അതോ ടെൻസൈൽ സ്ട്രെസ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡാം ഈസ് നോട്ട് സേഫാണ്, ടെൻസൈൽ സ്ട്രെസ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ടെൻസൈൽ സ്ട്രെസ്സ് ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വരുന്നത് ടെൻസൈൽ ഇതില്ല. അതായത് B/6 എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലുള്ള പോർഷൻ എന്ന് പറയുന്നത് ടെൻസൈൽ സ്ട്രെസ്സ് ഡെവലപ്പ് ചെയ്യാത്ത ഏരിയയാണ്. നമുക്ക് അവിടെ E എന്ന് പറയുന്ന വാല്യൂ, എക്സെൻട്രിസിറ്റി എന്ന് പറയുന്ന വാല്യൂ B/6നേക്കാൾ വലിയ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ടെൻസൈൽ സ്ട്രെസ്സ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അതായത് B/6 എന്ന് പറയുന്ന 2 പോർഷനിലേക്ക് നമുക്ക് കോർ ഏരിയ ആയിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള പോർഷൻ നോ ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്ഡ് ഏരിയ ആണ്. ആ ഒരു പോർഷനിൽ ടെൻസൈൽ സ്ട്രെസ് ഇല്ല. അത് കഴിഞ്ഞിട്ടുള്ള പോർഷനിലാണ് B/6നേക്കാൾ വലിയ ഡിസ്റ്റൻസിലാണ് നമുക്ക് അവിടുത്തെ എക്സെൻട്രിസിറ്റി ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതെന്ന് പറയുന്നത് നോട്ട് സേഫാണ്. അപ്പോൾ ഫസ്റ്റത്തെ ചെക്ക് ഫോർ ഓവർ ടേണിങ് ചെയ്യുന്നത് സിമ്പിളായിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമുക്ക് സെഡ് എന്ന് പറയുന്ന വാല്യൂ ബി എന്ന് പറയുന്ന വാല്യൂ, നമുക്ക് ബി എന്ന് പറയുന്ന ബോട്ടം വിഡ്ത്താണ്. ബോട്ടം വിഡ്ത്ത് എന്ന് പറയുന്നത് ടോട്ടൽ വിഡ്ത്ത് എത്രയാണോ ആ ബോട്ടത്തിലുള്ളത് ആ വിഡ്ത്ത് ആണ് ബി, സ്മോൾ ലെറ്റർ ബി. അതിൽ സെഡ് എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ സെഡ് ഉണ്ട്, അതായത് അവിടുത്തെ ക്യാപിറ്റൽ R, അവിടുത്തെ ടോട്ടൽ റിസൾട്ടൻറ്റ്,
ആ റിസൾട്ടൻ്റ് ബേസിൽ കട്ട് ചെയ്യുന്നു പോകുന്ന പോയിൻ്റ് അതിൻ്റെ ഉള്ളിലാണെങ്കിൽ, ബീൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ, ബി എന്ന് പറയുന്ന ബോട്ടം വിഡ്ത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ റിസൾട്ടൻ്റ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതായത് സേഫാണ്, സേഫ് എഗെയിൻസ്റ്റ് ഓവർ ടേണിംഗ് ആണ്. അതാണ് ഫസ്റ്റത്തെ ചെക്ക് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചെക്ക് പറയുന്നത് ചെക്ക് എഗെയിൻസ്റ്റ് ഫോർമേഷൻ ഓഫ് ടെൻസൈൽ സ്ട്രെസ് ഇൻ ദി ബേസ്. ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡാം എന്ന് പറയുന്നത് ഇതാണ് സേഫ് എഗെയിൻസ്റ്റ് ഫോർമേഷൻ. നോട്ട് സേഫ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് അവിടെ ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ. അത് ചെക്ക് ചെയ്യുക എത്ര മാത്രമാണ്. സ്മോളറ്റർ ഇൻ്റെ വാല്യൂ ഓൾറെഡി നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവും. B/6 കാണുക. ബി എന്ന് പറയുന്നത് ബോട്ടം വിഡ്ത്ത് ഓഫ് ഡാം ആണ്. അപ്പോൾ ഡാമിൻ്റെ ബോട്ടം വിഡ്ത്ത് ചെയ്യുക, അത് ബൈ 6 ചെയ്യുക. ഓക്കെ, അതിനേക്കാൾ വലിയ വാല്യൂ ആണ് അവിടുത്തെ എക്സെസിറ്റി എന്നുണ്ടെങ്കിൽ അവിടെ ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡാം ഈസ് നോട്ട് സേഫ് എഗെയിൻസ്റ്റ് ഫോർമേഷൻ ഓഫ് ടെൻസൈൽ സ്ട്രെസ്സസ് ഇൻ ദി ബേസ്. മൂന്നാമത്തെ ചെക്ക് എന്ന് പറയുന്നത് ചെക്ക് എഗെയിൻസ്റ്റ് സ്ലൈഡിംഗ് ആണ്. ഒരു സൈഡിലേക്ക് തള്ളി പോവുക. ഓക്കെ, ഈ ഡാം എന്ന് പറയുന്ന സ്ട്രക്ചർ നമ്മൾ ഫൗണ്ടേഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, നമ്മുടെ ഒരു പോർഷനിൽ അല്ലേ, നമ്മുടെ ഒരു ഗ്രൗണ്ട് ലെവലിൽ ഇരിക്കുകയാണ്. അവിടുന്ന് വാട്ടറിൻ്റെ ഒരു പ്രഷർ കൊണ്ട് ഈ ഡാം ഒരു സൈഡിലേക്ക് തള്ളി പോവുക അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്ത് മാറുക. അതിനെ സേഫാക്കി വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നാണ് മൂന്നാമത് പറയുന്നത്. അതിന് നമുക്ക് മ്യൂ എന്ന് പറയുന്നൊരു വാല്യൂ തരും. മ്യൂ എന്ന് പറയുന്നത് നമുക്ക് തരും, അതായത് അവിടെ ഫ്രിക്ഷണൽ കോയിഫിഷ്യൻ്റ് ആണ് മ്യൂ എന്ന് പറയുന്നത്. ഡാമും അതായത് അവിടുത്തെ ബേസും തമ്മിലുള്ള, ഡാം ഇരിക്കുന്നതിൻ്റെ ബേസും തമ്മിലുള്ള ഫ്രിക്ഷണൽ കോയിഫിഷ്യൻ്റെ വാല്യൂ ആണ് 0.6 ആയിട്ട് തന്നിട്ടുള്ളത്. ക്വസ്റ്റിൽ തരും. ഏത് ക്വസ്റ്റിലാണെങ്കിലും നമുക്ക് ചെക്ക് എഗെയിൻസ്റ്റ് സ്ലൈഡിങ്ങിൽ മ്യൂ എന്ന് പറയുന്ന വാല്യൂ തരും. അപ്പോൾ ഇതിൽ ഇത്ര മാത്രമാണ് ചെയ്യാനുള്ളത്. മ്യൂ ഡബ്ല്യു എന്ന് പറയുന്ന വാല്യൂ ചെയ്യുക. മ്യൂ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഡബ്ല്യു പറയുന്നത് മേസൺറീൻ്റെ വെയിറ്റ് ആണ്. അപ്പോൾ അതിപ്പോൾ എത്രയാണോ അതിനെ മ്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ഇപ്പോൾ 120 എന്നതിന് കിട്ടിയിട്ടുണ്ട്. ഇനി പി എന്ന് പറയുന്നത് വാട്ടർ പ്രഷറാണ്. അപ്പോൾ വാട്ടർ പ്രഷറിനേക്കാൾ വലിയ വാല്യൂ ആയിരിക്കണം അവിടുത്തെ മ്യൂ ഡബ്ല്യു എന്ന് പറയുന്നത്. എന്നാൽ ഒരിക്കലും വാട്ടറിൻ്റെ അത്രയും വലിയൊരു പ്രഷർ വന്നു കഴിഞ്ഞാലും നമ്മളെ ഈ ഒരു ഡാമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരിക്കലും സ്ലൈഡ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അവിടെ വരുന്ന മ്യൂ ഡബ്ല്യു എന്ന് പറയുന്ന വാല്യൂ എപ്പോഴും പ്രഷറിനേക്കാൾ വലുതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദ ഡാം ഈസ് സേഫ് എഗെയിൻസ്റ്റ് സ്ലൈഡിങ്ങിനെ എഗെയിൻസ്റ്റ് ചെയ്തിട്ട് സേഫ് ആണെന്ന് പറയാം. അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് ആദ്യം നോക്കാം എന്തൊക്കെയാണ് പറയുന്നത്. എ മാസണറി വാൾ 5 meter ഹൈറ്റ് ആൻഡ് 2 meter wide retains water to a height of 4 meter. 5 meter ഹൈറ്റും അതുപോലെ തന്നെ 2 meter വൈഡും ആയിട്ടുള്ള ഒരു മാസണറി വാളാണ്. അതിൻ്റെ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് 4 meter ഹൈറ്റിലാണ് അവിടുത്തെ വാട്ടർ ലെവൽ റിട്ടൈൻ ചെയ്യുന്നത്. ഓക്കെ, 4 meterൽ. ദ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദി വാൾ ആൻഡ് സോയിലും അതായത് ആ മാസണറി വാളും തമ്മിലുള്ള താഴത്തെ പോർഷനിലുള്ള ഒരു ഫ്രിക്ഷൻ, കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 0.6 ആണ്. ചെക്ക് ദി സ്റ്റെബിലിറ്റി ഓഫ് വാൾ ഗിവൺ സ്പെസിഫിക് വെയിറ്റ് ഓഫ് masonry ഈസ് 20 kN/m³. ഷോ ദ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദി ബേസ്. അപ്പോൾ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കാണണമെന്നുണ്ടെങ്കിൽ എഫ് മിനിമം എഫ് മാക്സിമം കണ്ടെത്തണം. അത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഓരോ സ്റ്റെപ്പിൽ എന്തൊക്കെ കണ്ടെത്തണം എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ കൂടെ തന്നെ അവിടുത്തെ ചെക്ക് ദി സ്റ്റെബിലിറ്റി ഓഫ് വാൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നതെല്ലാം ആദ്യം എഴുതുക. A = B = ഒറ്റ വിടുത്തേ തന്നിട്ടുള്ളത്, അതായത് റെക്റ്റാങ്കുലർ ഡാമാണിത്. അപ്പോൾ A = B = 2 meter, ക്യാപിറ്റൽ H = 5 meter, സ്മോൾ ലെറ്റർ h = 4 meter, സ്മോൾ ലെറ്റർ w = 20 kN/m³. ആൻഡ് നമുക്ക് തന്നിട്ടുള്ളത് ഗാമ ഇതിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അസ്യൂം ചെയ്യുക. 9.81 ആയിട്ട് അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ 10 ആയിട്ട് റൗണ്ട് ചെയ്തിട്ട് 10 ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ 10 kN/m³. അതുപോലെ തന്നെ മ്യൂ = 0.6 ആയിട്ടുള്ള വാല്യൂ ആണ് മ്യൂ. സെക്ഷനിൽ നമ്മൾ റെക്റ്റാങ്കുലർ സെക്ഷൻ ആയതുകൊണ്ട് എക്സ് ബാർ ഡയറക്റ്റ് നമുക്ക് എഴുതാം, വിഡ്ത്തിൻ്റെ പകുതിയാണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് 2 meter ആണ്. 2 meterൻ്റെ പകുതി 2/2 = 1 meter ആണ്. ഇനി അവിടുത്തെ ക്യാപിറ്റൽ പ്രഷർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ P = ഗാമ h²/2. അതിൽ ഗാമയുടെ വാല്യൂ നമ്മൾ കൊടുക്കുക 10 × 4²/2, 80 kN കിട്ടും P. W എന്ന് പറയുന്നത് നമുക്കറിയാം മെസണറിൻ്റെ വെയിറ്റ് ആണ്. അപ്പോൾ A + B/2, അതിൽ A + B/2 ചെയ്യേണ്ട ആവശ്യമില്ല.
നമുക്ക് കോമൺ ആയിട്ട് മുകളിൽ ടോപ്പിലും ബോട്ടത്തിലും ഒരേ വിടുത്താണുള്ളത്. അതുകൊണ്ട് 2 മീറ്റർ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ 2 × 5 ഹൈറ്റും വിടുത്തും. അതാണ് ഇവിടെ റെക്റ്റാങ്കുലർ ബീമാണ് കാണിച്ചിട്ടുള്ളത്. ഹൈറ്റ് h 5 മീറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 × 5 × 20 20 എന്ന് പറയുന്നത് സ്പെസിഫിക് വെയിറ്റ് ഓഫ് മാസൺറി. അങ്ങനെ 200 kN കിട്ടും. ഇനി അവിടുത്തെ സെറ്റ് ഡാഷ് കാണുക. സെറ്റ് ഡാഷ് എന്ന് പറയുന്നത് നമുക്കറിയാം h ബാർ പ്ലസ് P/W × h/3. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ സെറ്റ് ഡാഷിൻ്റെ വാല്യൂ ആയി 1.533 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഈ സ്മോൾ ലെറ്റർ ഇ കാണാം. എക്സെൻട്രിസിറ്റി കാണാൻ അവിടെ വരുന്ന സെറ്റ് ഈസ് ഇക്വൽ ടു അല്ലെങ്കിൽ സെറ്റ് ഡാഷ് അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ സെറ്റ് തൊട്ട് മുകളിൽ കിട്ടിയിട്ടുണ്ട് 1.533 ആണ്. അത് മൈനസ് അവിടെ വരുന്ന b/2. ബി എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. അപ്പോൾ 2/2 ഇസ് ഇക്വൽ ടു 1 മീറ്റർ. അപ്പോൾ അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സെൻട്രിസിറ്റി 0.533 ആണ് കിട്ടുന്നത്. ഇനി b/6 ചെക്ക് ചെയ്യുക. b/6 എന്ന് പറയുന്ന വാല്യൂ 2/6 ആണ്. 2/6 ഇസ് ഇക്വൽ ടു 0.33 മീറ്റർ ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ b/6 ആണ്. അതുകൊണ്ട് അവിടെ സ്ട്രെസ്സ് therefore ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്സ് ഇൻ ദി ബേസ്. അതായത് ഉള്ളിനേക്കാൾ ഇവിടെ നോക്കുക, തൊട്ട് താഴെ നോക്കുക. എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ടെൻസൈൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പോർഷൻ b/6ൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്താണ് പറയാൻ പറ്റുള്ളൂ, നോ ടെൻസൈൽ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് b/6നേക്കാൾ വലിയ വാല്യൂ ആണ് അവിടുത്തെ എക്സെൻട്രിസിറ്റി എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡാം ഈസ് നോട്ട് സേഫ് ആണ്. ഓക്കെ, അതാണ് സെക്കൻഡ് കണ്ടീഷൻ. ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. സെറ്റിൻ്റെ വാല്യൂ അതുപോലെ ബീൻ്റെ വാല്യൂ തമ്മിൽ ചെക്ക് ചെയ്യുക. ബീൻ്റെ വാല്യൂ 2 മീറ്റർ ആണ്. സെറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 1.533 ആണ്. കറക്റ്റാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സെറ്റ് ലെസ് ദാൻ ബി ആണ്. അതുകൊണ്ട് തന്നെ ചെക്ക് ഫോർ ഓവർ ടേണിംഗ് എന്ന് പറയുന്നത് ആസ് ദി റിസൾട്ടൻറ്റ് ഫോഴ്സ് ക്യാപിറ്റൽ ആർ ഈസ് വിത്തിൻ ദി ബേസിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആറ് കട്ടായി പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ദ ഡാം ഈസ് സേഫ് എഗെയിൻസ്റ്റ് ഓവർ ടേണിങ്ങിന് സേഫാണ്. സെക്കൻഡ് പറഞ്ഞു. ഇനി മൂന്നാമത്തെ ചെക്ക് എന്ന് പറയുന്നത് ചെക്ക് എഗെയിൻസ്റ്റ് സ്ലൈഡിംഗ് ആണ്. മ്യൂ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഫ്രിക്ഷൻ കോഎഫിഷ്യൻറ്റ് 0.6. μW കാണുക. 0.6 × 200 ചെയ്യുക. അപ്പോൾ 120 kN കിട്ടും. അപ്പോൾ നമുക്ക് പി എന്ന് പറയുന്ന വാല്യൂ പ്രഷറാണ്, വാട്ടർ പ്രഷർ 80 kN ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന 120 ഗ്രേറ്റർ ദാൻ പി ആണ്. അതുകൊണ്ട് ഡാം ഈസ് സേഫ് എഗെയിൻസ്റ്റ് സ്ലൈഡിങ്. ഓക്കെ, ഇനി ബാക്കി നമുക്ക് എന്താണ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഫ് മാക്സ് എഫ് മിനിമം കാണണം. നിങ്ങൾ സാധാരണ കാണുന്ന പോലെ തന്നെ W/B × 1 + 6E / B എന്ന് പറയുന്ന ഇക്വേഷനിലെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 259.9 kN/m² എന്ന് വരും. എഫ് മിനിമം ഇസ് ഈക്വൽ ടു അതിന് മൈനസ് ആയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ആൻസറിൽ -59.9 kN/m² എന്ന് കിട്ടും. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഗ്രാഫിക്കലായിട്ട് കറക്റ്റ് നമുക്ക് 2 മീറ്റർ ആണ് വൈഡ് ആയിട്ടുള്ള മാസണറി. അപ്പോൾ 2 മീറ്ററിന് ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫിൻ്റെ വലതുവശം അതായത് റൈറ്റ് സൈഡിൽ നമുക്ക് 259.9 kN/m² എന്ന് വാല്യൂ മാർക്ക് ചെയ്യുക. പോസിറ്റീവ് താഴത്തേക്ക് മാർക്ക് ചെയ്തു. നെഗറ്റീവാണ് മറ്റേ എൻഡിൽ വന്നിട്ടുള്ളത്. ഇടത് സൈഡിൽ നമ്മൾ നെഗറ്റീവായിട്ടുള്ള 59.9 kN/m² എന്ന് പറയുന്ന വാല്യൂ അവിടെയും മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് വാല്യൂ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഹാച്ച് ചെയ്ത് വയ്ക്കുക. പോസിറ്റീവ് സൈഡ് താഴത്തേക്ക് പോസിറ്റീവാണെന്ന് കാണിക്കുക. തൊട്ട് മുകളിലേക്കുള്ള പോർഷൻ നെഗറ്റീവായിട്ട് തന്നെ കാണിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മളെ 3 ടൈപ്പ് പ്രോബ്ലംസ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റത്തേന്ന് പറയുന്നത് ട്രപ്പിസോഡിയൽ സെക്ഷനിൽ മാറിയിട്ട് നമ്മളൊരു സാധാരണ ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ട്രപ്പിസോഡിയൽ സെക്ഷൻ പറഞ്ഞു. പിന്നെ വാട്ടർ ലെവൽ ഡിഫറെൻറ്റ് ലെവലായിട്ട് വരുന്നു, ഒരേ ലെവലിൽ കോയിൻസൈഡ് ചെയ്യുക എന്ന് പറയുന്ന പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ലെവലിൽ നിന്ന് 1 മീറ്റർ മാറിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ എത്ര മീറ്റർ മാറിയിട്ടാണെന്നുള്ള ക്വസ്റ്റ്യനിൽ ഓൾറെഡി വാട്ടർ ലെവൽ സെപ്പറേറ്റ് തന്നെ ഹൈറ്റ് പറഞ്ഞിട്ടുള്ള പ്രോബ്ലം ചെയ്തു. അതിൻ്റെ കൂടെ ചെക്ക്, ഈ ചെക്ക് എല്ലാത്തിലും വരാം. ഓക്കെ, ചെക്ക് എഗെയിൻസ്റ്റ് സ്ലൈഡിങ്, ചെക്ക് എഗെയിൻസ്റ്റ് ഓവർ ടേണിങ്, അതുപോലെ തന്നെ ചെക്ക് എഗെയിൻസ്റ്റ് ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ്. അപ്പോൾ ഈ 3 ചെക്കുകൾ എന്താണെന്ന് വെച്ചാലും നമുക്ക് അത് മാത്രം ചിലപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം 6 മാർക്കിന് ചോദിക്കാറുണ്ട് പ്രോബ്ലം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക്
പ്രോബ്ലം സാധാരണ പാർട്ട് സിയിൽ ചോദിച്ച പ്രോബ്ലത്തിൽ തന്നെ നിങ്ങൾ അതും കൂടി ചെക്ക് ചെയ്ത് എഴുതി വയ്ക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കുക. 3 ടൈപ്പ് പ്രോബ്ലമാണ്. കറക്റ്റായിട്ട് 3 ടൈപ്പ് പ്രോബ്ലം കറക്റ്റ് നോക്കി മനസ്സിലാക്കിയിട്ട് പ്രോബ്ലമായിട്ട് തന്നെ കറക്റ്റ് ചെയ്യുക.